അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കല്യാണം കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന വരെയുള്ള ഭാഗങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇനിയുള്ളത് റിസപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും റിസപ്ഷൻ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഒരു പള്ളി ഹാളിലേക്കാണ് പോണത്. അവിടെയാണ് റിസപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. कुछ भी नहीं है तेरे कदमों से आगे कदमों से आगे कदमों से आगे आँखों पे मोहब्बत लिख दे सांसों पे मोहब्बत लिख दे. അങ്ങനെ നമ്മുടെ ബ്രൈഡും ചെക്കനും ഒക്കെ പോയ തക്കത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. റിസപ്ഷൻ നടക്കുന്ന പള്ളി ഹാളിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ എല്ലാവരും അവരവരുടെ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ ഒത്തിരി ട്രാവൽ ചെയ്ത് എല്ലാവരും നല്ല മുഷിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ഫ്രഷൊക്കെ ആയി ഇത് റെഡിയായി റിസപ്ഷൻ നടക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വൈകുന്നേരം 5-5:30 മണിയായതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജമാഅത്ത് പള്ളി. ഈ ഒരു പള്ളി ചെറിയൊരു വെഡിങ് ഹാൾ കൂടിയാണ് കേട്ടോ. ചെറിയ ചെറിയ കല്യാണങ്ങളും റിസപ്ഷനൊക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചത് അകത്തേക്ക്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല, നമുക്കെല്ലാം കണ്ടിട്ടൊക്കെ വരാം.
അങ്ങനെ റിസപ്ഷൻ ഏകദേശം കഴിയാറായ സമയത്ത് നമ്മളും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാർ നടത്തുന്ന റിസപ്ഷനാണ്. ഈ ഒരു റിസപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ബ്രൈഡിൻ്റെ വീട്ടുകാർ വന്നിട്ട് അവരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചടങ്ങ്. അപ്പോൾ ഓൾറെഡി ബ്രൈഡിൻ്റെ വീട്ടുകാരെല്ലാവരും വന്നിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ റിസപ്ഷൻ്റെ ചടങ്ങുകളൊന്നും കഴിയാത്തത് കൊണ്ട് അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബ്രൈഡിൻ്റെ ബ്രദർ ഇവിടെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കഴിച്ചിട്ട് ഇറങ്ങാനിരിക്കുകയാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി യാത്ര പറച്ചിലുള്ള സമയമാണ്. ും കിതാബിൻ താളിൽ ചേർന്നിടും തസ്ബീഹ് പോൽ കോർത്ത് റൂഹിൻ നേർത്ത നാരിൽ നല്ല പാതിയ എന്റെ പാതിയ കിതാബിൻ താളിൽ ചേർന്നിടും തസ്ബീഹ് കൺതാര കരവരച്ച് ആകാശപ്പൂവിറുത്ത് കാർക്കൂന്തൽ